പണത്തിൻ്റെ കാര്യാലോചിച്ച് വിഷമിക്കണ്ട എന്തു. അസുഖം വന്ന ചികിത്സിച്ചല്ലേ പറ്റൂ. എന്നാലും ഇത്രയും പൈസയൊക്കെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കും? നിങ്ങളെ കൊണ്ടുവരാൻ എടുത്തു വെച്ച പൈസ എൻ്റെ കയ്യിലുണ്ട്. തൽക്കാലം നമുക്ക് അതെടുക്കാം. മക്കൾ ഒരുപാട് ആഗ്രഹിച്ചത് അങ്ങോട്ടൊന്ന് വരാൻ. ഇപ്പോ ഞാൻ കാരണം അതും മുടങ്ങി. നീ ആദ്യം ഇതും പറഞ്ഞ് ടെൻഷൻ അടിച്ച് പിള്ളേരും കൂടി അറിയിക്കണ്ട. ശരി എന്നാ പിന്നെ വിളിക്കാം. എന്നാ വീട്ടുകാരുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? അബുദാബിയിൽ നിന്ന് റാസൽ കൈമിലേക്ക് ലോഡ് കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാൻ സൈഡിലേക്ക് നോക്കാറുണ്ട്. ആ മരം എങ്ങാനും ഇവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന്. ഏത് മരം? ആ പണം കായ്ക്കണ മരേ. അല്ല, നാട്ടിലുള്ളവരുടെ വിചാരം നമ്മൾ ഈ മരത്തിൽ നിന്ന് കുലുക്കിയെടുക്കുകയാണെന്നല്ലോ. സുധീർ ഭായി, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാൻ മാത്രം അത്ര വലിയ സർജറി ഒന്നും അല്ലല്ലോ വൈഫിന്. 2 ദിവസത്തെ ഹോസ്പിറ്റൽ കേസ് അത്രയല്ലേ ഉള്ളു. എത്ര വലിയ സർജറി അല്ലെങ്കിലും ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമ്പോഴത്തേന് ലക്ഷങ്ങളാന്ന് പൊടിയണ നാട്ടില്. ഇന്ദും പിള്ളേരും ഒരുപാട് ആഗ്രഹിച്ചാണ് അബുദാബിക്ക് വരാൻ. ഉറുമ്പ് ശേഖരിക്കുന്ന പോലെ കൂട്ടിവെച്ച പൈസയാണ് ആശുപത്രിക്ക് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഒട്ടുമിക്ക പ്രവാസികളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു അസുഖം വന്നാൽ തീരാവുന്നേ ഉള്ളൂ നമ്മുടെയൊക്കെ സമ്പാദ്യം. ഞാൻ എൻ്റെ ഫാമിലിക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ എത്ര നോക്കിയതാണെന്നറിയോ? 30,000-40,000 ഒക്കെയാണ് അതിന് വേണ്ടത്. നമ്മളെ കൊണ്ട് അത് താങ്ങില്ലല്ലോടാ. വിഷമിക്കണ്ട, അതിന് നല്ലൊരു ചാൻസ് വന്നിട്ടുണ്ട്. കേരള സർക്കാർ നോർക്ക കെയർ എന്ന പേരിൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ കവറേജ് ഉള്ള ഒരു ആരോഗ്യ അപകട ഇൻഷുറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നോർക്ക കാർഡ് വാലിഡിറ്റിയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാതിരിക്കും. ഇതെടുക്കാൻ മെഡിക്കൽ ചെക്കപ്പിന്റെ ആവശ്യമുണ്ടോ? ഒരു ചെക്കപ്പിന്റെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ ഇൻഷുറൻസ് കവറാകുകയും ചെയ്യും. ഇന്ത്യയിൽ കേരളത്തിൽ ഉൾപ്പെടെ 14,000 ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ലഭ്യമാകും. 2025 സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 22 വരെയാണ് ഈ പോളിസിയിൽ ചേരുവാനുള്ള സമയം. അല്ല, ഇതിന് എത്രയാണ് ഒരു ഫാമിലിക്ക് വേണ്ടത്? ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും അടക്കം ഒരു ഫാമിലിക്ക് 13,275 രൂപ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായാലും നമുക്കൊന്ന് എടുക്കണം. ബായ്, ഇത് എങ്ങനെ എടുക്കുക? അതിപ്പോ ഇവിടെയാണെങ്കിൽ കേരള സോഷ്യൽ സെന്ററിൽ ചെന്നാൽ മതി. അതുപോലെ ഒട്ടുമിക്ക പ്രവാസി മലയാളി സംഘടനകളിലും ഇതിന്റെ സേവനം ലഭിക്കും. ഓൺലൈനായും ചെയ്യാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ നോർക്ക കെയർ ഇൻഷുറൻസ് ഒന്ന് എടുത്തിട്ടേ ബാക്കി കാര്യം. അതാണ് നമ്മളെ ഈ കാറിനും വീടിനും ഒക്കെ മാത്രം ഇൻഷുറൻസ് എടുത്താൽ പോരാ. നമ്മൾ മനുഷ്യന്മാർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള ഇൻഷുറൻസ് ആദ്യം എടുക്കണം. ശരിയാ. അത് ശരിയാ.